അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ നിലവാരം താഴോട്ട് കൊണ്ടുപോകരുത്. ഇതാരാ ഇത്? പത്മജ വേണുഗോപാലൻ കരുണാകരൻ്റെ മകളാണ്. കരുണാകരനുമായും പത്മജ വേണുഗോപാലനായിട്ടൊക്കെ എനിക്ക് പരിചയമുണ്ട്. അവർ ഒരു രാഷ്ട്രീയമാണെങ്കിലും ഞാനൊരു രാഷ്ട്രീയം, അങ്ങനെയൊക്കെയുള്ള പരിചയങ്ങളും ബന്ധങ്ങളും ഇവരെല്ലാമായിട്ടുണ്ട്. പിന്നെ ഞാൻ പത്മജ വേണുഗോപാലിനെ CPM കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇങ്ങോട്ടല്ലേ വരണ്ട്? അവർ പോയത് BJP-യിലേക്കല്ലേ? അപ്പോൾ പറയുന്നതിന് എന്താ അടിസ്ഥാനം? ഇത് ഇപ്പോഴത്തെ ഏതെങ്കിലും സംഭവമാണോ? ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തെങ്കിലും പ്രചരിപ്പിച്ച്, ഒന്നും പറയാൻ കഴിയാത്തവർ എന്തെങ്കിലും പ്രചരിപ്പിച്ച് ഒരു കോലാഹലം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. വൈദേഹത്തിൻ്റെ നടത്തിപ്പല്ല, അവിടുത്തെ ചികിത്സ. അതായത് അവരെ ഏൽപ്പിച്ചാൽ അവർ ഡോക്ടർമാർ, നഴ്സുമാർ, ചികിത്സ എല്ലാം അവർ നടത്തും. അതിനനുസരിച്ച് അവർക്ക് കമ്പനി അവർക്ക് അതിൻ്റെ ചികിത്സിച്ച് ലഭ്യമാകുന്നതിൻ്റെ ഒരു വീതം അവർക്ക് കൊടുക്കണം, അത്ര തന്നെ. അതൊരു എഗ്രിമെൻ്റാണ്. അവർ ഇതുപോലെ പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട്. രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും ഇക്കാര്യത്തിൽ ഞാൻ വെല്ലുവിളിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നുവരെ നേരിട്ട് ഇതുപോലെ കാണാത്ത ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. എന്നിട്ടാണ് ഞാനുമായിട്ട് എഗ്രിമെൻറ്റ്. എന്തും പറയാം. മടികാണിക്കത്ത് നെറികേടിൻ്റെ അവതാരങ്ങളല്ലേ. ഈ നെറികേടും കൊണ്ട് എത്ര കാലം പോകാൻ സാധിക്കും? ഇവിടെ തന്നെ നിരാമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. അതൊരു ഒരു റേഷ്യൽ സൊസൈറ്റിയോ മറ്റാണ്. കാരണം ഞാൻ അവിടെ അങ്ങനെ പോകേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഇങ്ങനെ വാർത്തയൊക്കെ വരുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ കേസിന് പോകുന്നതിന് ഒന്നിക്ക് രമേശ് ചെന്നിത്തലക്കെതിരായിട്ട് നോട്ടീസ് കൊടുത്തിരുന്നു. രമേശ് ചെന്നിത്തലക്ക്, VD സതീശന്. നിങ്ങൾ ഈ പറയുന്നവരൊക്കെ ആരാണവർ? എനിക്കറിയുന്ന കൂട്ടരൊന്നുമല്ല ഇത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നു. ഞാൻ എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ വഴികളും സ്വീകരിക്കും. പക്ഷേ ഇവരെ പോലെ ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചിട്ട് അവരെ കുറിച്ചിട്ട് പറയാം. പക്ഷേ എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് എൻ്റെ ലക്ഷ്യം. അതിന് ബഹുജനങ്ങളെ ആകർഷിക്കലാണ്. അത് ഞങ്ങളുടെ നയം അവതരിപ്പിച്ചുകൊണ്ട് ആ നയത്തിന് പിന്നിൽ ജനപിന്തുണ ആർജിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്നല്ലോ മുരളീധരൻ. ആ മുരളി കോൺഗ്രസ് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് എറണാകുളം DCC സെക്രട്ടറിയാണ്. ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അതൊന്നും ആരും കാണുന്നില്ല. ഇപ്പോൾ ഏതോ ഒരാൾ അക്കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഈ പറയുന്നത് കോൺഗ്രസ്സിലോ മറ്റാണെങ്കിൽ അവരോടൊപ്പം ഉണ്ടോ എന്നറിയില്ല. ഇത് മുരളീധരനോടൊപ്പം കുറേ പേര് വന്നിരുന്നു പാർട്ടിയിലേക്ക്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു.